ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചിതലിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ മേടിക്കുന്ന അണ്ടിപ്പരിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ചീത്തയായി പോകും. അതിനകത്ത് പ്രാണികളൊക്കെ കയറും. അപ്പോൾ അത് നമുക്ക് ചീത്തയാകാതിരിക്കാനാണെങ്കിൽ നമുക്ക് നല്ല കാറ്റ് കയറാത്ത, ഒട്ടും കാറ്റ് കയറാത്ത നല്ലൊരു ഡപ്പ എടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ പരിപ്പ്, അതേപോലെ തന്നെ ബദാം പരിപ്പ്, നട്ട്സുകളൊന്നും ചീത്തയാകത്തില്ല. നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം എത്ര അളവ് പരിപ്പുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം എനിക്ക് കുറച്ചേ ഉള്ളൂ, അതിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടും കാറ്റ് കയറാത്ത ഡപ്പയിൽ ഇതേപോലെ അടച്ച് സൂക്ഷിച്ച് അതിനകത്ത് പ്രാണിയൊന്നും കയറത്തുമില്ല, ചീത്തയാകാതെ എത്ര ദിവസം വേണേലും ഇരുന്നോളും. ഇപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചിതലിനെ എങ്ങനെ നശിപ്പിക്കാം, അപ്പോൾ അതിനുള്ള മരുന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമുക്ക് 2 കർപ്പൂരം ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ച് വേണേലും ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിടുമ്പം തന്നെ അതൊന്ന് അലിഞ്ഞ് കിട്ടും. ഇതേപോലെ നെക്കി കൊടുത്താൽ മതി. കണ്ടോ, കർപ്പൂരത്തിൻ്റെ മണം നല്ലൊരു മണമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 എണ്ണം ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കാം. അപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർക്കേണ്ടത് നമുക്ക് സോപ്പ് പൊടിയാണ്. അപ്പോൾ സോപ്പ് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിതലിൻ്റെ, നമ്മുടെ വീട്ടിലുള്ള ചിതൽ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവുകളെല്ലാം കൂട്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു വാതിൽപ്പടിയാണ് ചിതൽ നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തതാണിത്. അപ്പം അതിനകത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരലുപ്പാണേലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് അലിഞ്ഞ് കിട്ടാൻ താമസമാണെന്നേ ഉള്ളൂ. ഇനി നമുക്കതിനകത്ത് വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി ഇതിനകത്ത് ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. കായപ്പൊടിയും കർപ്പൂരവും ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സോപ്പ് പൊടി എല്ലാം നല്ലതാണ് ഇതിന്, അതിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു വസ്തുക്കളാണിതൊക്കെ. അതേപോലെ തന്നെ വിനാഗിരി, അതും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കൂടിയാലും കുറയാൻ പാടില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള മരുന്നാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിനാഗിരി, കായപ്പൊടി, സോപ്പ് പൊടി, ഉപ്പ്, കർപ്പൂരം, പിന്നെ കുറച്ച് വെള്ളവും. ഇപ്പം നമുക്ക് കായക്കട്ടയാണ് കയ്യിലുള്ളതെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് കായക്കട്ട കലക്കിയിട്ട് അതിനകത്ത് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ കായപ്പൊടി ആയതുകൊണ്ടാണ് പച്ചവെള്ളം എടുത്തത്. ഇനി നമുക്കത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കിയോ ഇതേപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് 2-3 തവണയായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ പോവില്ല. അപ്പോൾ 2-3 തവണ നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഭാഗത്തോട്ടേ ചിതൽ വരില്ല. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കുപ്പിയിലോ സ്പ്രേ ബോട്ടിലോ ആക്കിയിട്ട് നമുക്ക് അതെവിടെയൊക്കെയാണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വാതിലിൻ്റെ കണ്ടോ പടിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കയറി മുകളിലോട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. ഇനി നമുക്ക് ആ ഭാഗത്തോട്ട് ആ ദ്വാരങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഒഴിക്കുമ്പം തന്നെ അതിനകത്ത് ഉറുമ്പോ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതിങ്ങ് ഇറങ്ങി വരികയും ചെയ്യും. ഇതേപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ ശ്രദ്ധിക്കാതിരുന്നാൽ പടി മൊത്തവും നശിപ്പിച്ച് കളയും. അതേപോലെ തന്നെ മുകളിലോട്ട് ഭിത്തിയുടെ അടുത്തായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത് കൂടുതലും. അപ്പോൾ ഭിത്തിയിൽ കയറി മുകളിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റ് എന്തെങ്കിലും വെച്ച് ആ ദ്വാരങ്ങളൊക്കെ അടച്ചു കൊടുക്കാം.
ഇതേപോലെ 2-3 തവണ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ ദ്വാരങ്ങളിലൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. പിന്നെ ആ ഭാഗത്തോട്ട് ചിതലിൻ്റെ അംശം പോലും കാണത്തില്ല. അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.